ഈ വ്ലോഗ് എടുക്കാനുള്ള മോട്ടിവേഷൻ വേറെ ഒന്നുമല്ല, ആൾ ഇവിടെ ഇല്ല. സുധി തിരുപ്പതി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് തിരുപ്പതി പോകണം എന്നുള്ളത്. അപ്പോൾ കുറച്ച് അവർ ഫ്രണ്ട്സ് കുറച്ച് പേരും കൂടി ചേർന്നിട്ട് പോയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ കുട്ടികളും ഞാനും മാത്രം ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ അവരെ ഞാൻ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. കൊണ്ടുപോകുന്ന സമയത്ത് പിന്നെ സ്വാതി ഹെൽപ്പ് ചെയ്തുകൊണ്ട് വലിയ തിരക്കേടില്ലാതെ വേഗം കൊണ്ടുപോയി ആക്കിയിട്ട് വന്നു. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ആൾ തിരുപ്പതി പോയി വന്ന ശേഷമായിരിക്കും. അത് ഇന്ന് ഡേ 1 ആണ്. ഹായ്, ഞാൻ ശില്പ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ആള് തിരുപ്പതി പോയി വന്ന ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ വീഡിയോയുടെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഇല്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ ട്വിൻസിനെയും കൊണ്ട് സർവൈവ് ചെയ്തു എന്നുള്ളത്. അതിരാവിലെ ഒരു 3:30-3:45 ആള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ പിന്നെയും പോയി കിടന്നുറങ്ങിട്ടോ. പിന്നെ ഒരു 6:30-6:45 ഞാൻ എണീച്ചിട്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതൊക്കെ ടിഫിൻ ബോക്സിലാക്കലും പിന്നെ അവരെ ഒരിക്കലൊക്കെ പണിയായിരുന്നു. രാവിലെ കുടിക്കാനുള്ള വെള്ളം വെച്ചു, അതുപോലെ ചായക്കുള്ള വെള്ളം വെച്ചു. അവർക്ക് ഹോർലിക്സ് ആണ് ഇപ്പൊ കൊടുക്കാറ്. അതിനുള്ള പാല് ചൂടാക്കി വെച്ചു. പിന്നെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഇഷ്ടപോലെ ഉണ്ടാക്കി. സ്നാക്സ് ബോക്സിൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ്ചറും പിന്നെ ഉണ്ടംപൊരി പറയില്ല ആ സാധനം ഉണ്ടാക്കി കൊടുത്ത് അവർ കൊണ്ടുപോയാക്കി ഞാൻ തിരിച്ചു വന്നു കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ടിഫിനിൽ എന്താണ് ആക്കുന്നത് അതുവരെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷം പിന്നെ ഇവിടെ ഒരംഗമായിരുന്നു, പിന്നെ സ്വാതി ഉണ്ടായിരുന്നു ഒപ്പം. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഒരാളെ സ്വാതി പിടിച്ചു, ഒരാളെ ഞാൻ പിടിച്ചു. പിന്നെ അവരുടെ ബുക്സും കാര്യങ്ങളും പിന്നെ കഴിക്കാനുള്ള ലഞ്ച് ബോക്സിൻ്റെ സാഗൊക്കെ ഞാൻ എടുത്തിട്ട് വേറൊരു ബാഗിലാക്കി, വലിയൊരു ബാഗിൽ. എന്നിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ. കാരണം പിന്നെ ഞാൻ മാത്രമേ കയറ്റിയാൽ മതി, ഞാൻ മാത്രം തുളത്തിട്ടാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ അവർ ലഞ്ച് മറ്റത് മറിച്ചത് എല്ലാ ബാഗും കൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ട വെച്ചിട്ട് എല്ലാം കൂടി ഒരു ബാഗിലാക്കി കൊണ്ടുപോയി. ഇനി പോകണം, 2-2:30 വിളിക്കാൻ പോകണം. അപ്പോൾ ബൈ. തുടയ്ക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് അയാളെ വിളിച്ച് പറഞ്ഞത് ഞാൻ താഴെ വന്നിട്ടുണ്ട്, ലിഫ്റ്റ് കീടായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നു. എനിക്ക് കുറച്ച് പാർസൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അതേ സമയമായി ഞങ്ങൾ അവരെ വിളിച്ചിട്ട് വന്നു. അച്ഛൻ വരും കേട്ടോ. അച്ഛൻ വരുമല്ലോ, വേഗം വരും. സമയം കണ്ട് തൊഴുതിട്ട് വേഗം വരും. ഓക്കെ. സ്കൂൾ വിട്ട് വന്ന ശേഷം എന്തെങ്കിലും ചെറിയ സ്നാക്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിച്ചിട്ട് അവർ കിടന്നുറങ്ങും കേട്ടോ. എന്നിട്ട് ഉറങ്ങിയതിന് ശേഷം ഈവനിങ്ങിലാണ് ഞാൻ അവർക്ക് ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാറ്. രാത്രിയിൽ അവരുടെ ഹോംവർക്ക് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നു കേട്ടോ. നോക്കുമ്പോൾ ഇമ്മക്കുട്ടി എണീറ്റ് ഒരു 10 പറയുന്നത് എനിക്ക് വിശക്കണമെന്ന്. അത് TV-യിൽ എന്തോ കണ്ടിട്ടുണ്ട്, അതായിരിക്കും വിശക്കുന്നുണ്ടാവുക. പിന്നെ ഞാൻ എണീച്ച് വേഗം പോയി ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ അതിനെ കിടന്നുറങ്ങിയത് Day 2 ആയി. അപ്പൊ Day 2-ലെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പതിവ് പോലെ തന്നെ വെള്ളം പാലൊക്കെ ചൂടാക്കി വെച്ചു. ഇനിയിപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. അതിനുശേഷം കുറച്ച് അരിമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ദോശയ്ക്ക് അരച്ച മാവ്. അതിനകത്ത് ഞാൻ ഗോതമ്പ് അതുപോലെ അരിപ്പൊടി കുറച്ച് റവ ഒക്കെ മിക്സ് ചെയ്തിട്ട് ദോശ ചൂടാൻ വേണ്ടി വെച്ചേ. അവർക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഈ ദോശയിൽ തന്നെ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും സോസും കൂടി കൂട്ടിയിട്ട് അവർ കഴിച്ചു. എനിക്ക് ദോശ ഇടാനുള്ള മാവും അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് ഒരു ചമ്മന്തി മാത്രം അരച്ചാൽ മതിയെന്ന്. വലിയുള്ളിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇട്ടിട്ട് നന്നായി മിക്സിയിൽ അരച്ചെടുത്തു. കല്ലിൽ അരയ്ക്കുവാണെങ്കിൽ ഇതിനെക്കാളും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അവസാനം ഇത്തിരി ചുട്ട വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ചമ്മന്തി റെഡി. സെക്കൻഡ് ഡേ അവരെ നമ്മൾ സ്കൂളിലേക്ക് വിട്ടില്ല കേട്ടോ. അവരുടെ സ്കൂളിൽ ആഷാഢി ഏകദേശിയുടെ സെലിബ്രേഷൻ ആയിരുന്നു, അതുകൊണ്ട് വിട്ടില്ല. പിന്നെ അതല്ലായിരുന്നു, എനിക്ക് കൊണ്ടുപോയി ആക്കി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ സ്വാതി ഉണ്ടായിരുന്നില്ല. സ്വാതി വേറെ എവിടെ പോകുമായിരുന്നു. നമ്മുടെ ട്വിൻസിനെ മാത്രം കുറച്ച് ദിവസം മേച്ചാൽ പോരാ, പുറത്ത് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്, അവരെയും കൂടി മേയ്ക്കണം. 2 ലവ് ബേർഡ്സ് ആട്ടോ. അവർ 2 പേര് സെപ്പറേറ്റ് കൂട്ടിലാക്കിയിട്ട് ഇട്ടിരിക്കുന്നത്, ഭാര്യയും ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലു കൂടിയിട്ട്. അപ്പൊ അവർക്കൊക്കെ തീറ്റയായി കൊടുത്തിട്ട് പിന്നെ ബാൽക്കണിയൊക്കെ അടിച്ച് കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അതിനുശേഷം അച്ഛനെയും ഉമ്മക്കുട്ടീനെയും ഞാൻ മേലൊക്കെ കഴുകിച്ച് പിന്നെ ഞാനും മേലൊക്കെ കഴുകി ബാത്റൂമൊക്കെ അടിച്ച് കഴുകി വൃത്തിയാക്കി ഇത് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. അവർക്ക് ഞാൻ ലഞ്ച് കൊടുത്തു കേട്ടോ. അന്നേ ദിവസം
നല്ല മഴയായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ എനിക്ക് കഞ്ഞി കുടിക്കാൻ പൂതിയായി. എനിക്ക് വെള്ളപ്പയറുണ്ടല്ലോ, നമ്മുടെ ചുവന്ന മുളകൊക്കെ ഇട്ടിട്ട് കുത്തി ചതച്ചിട്ട് ഉപ്പേരി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, നിറയെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഉപ്പേരിയും വെച്ച് ഞാൻ കഞ്ഞി വെച്ചു, പപ്പടവും വറുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ പിള്ളേർക്ക് കൊടുത്ത് അതാ അവരും കിടന്നുറങ്ങി, ഞാനും കുറച്ച് നേരം കിടന്നു കേട്ടോ. കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞതും തണുപ്പ് പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരായിട്ട് സോഫയിൽ കയറി കിടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എനിക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ. ഈവനിങ് ആയപ്പോൾ ഞാനും സ്വാതിയും കുട്ടികളും കൂടി കൂടിയിട്ട് ഈ 2-3 ദിവസത്തേക്കുള്ള ഫ്രൂട്ട്സും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ പോയിട്ട് ചോക്കൊന്ന് വാങ്ങിയിട്ട് വന്നു കേട്ടോ. നമ്മൾ ചായക്ക് സ്നാക്സ് ആയിട്ട് ദാബേലി വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഒരെണ്ണം കഷ്ണിച്ചിട്ട് ഞാൻ അവർക്ക് നൽകും കൊടുത്തു, പിന്നെ ഒരെണ്ണം ഞാനും കൂടി കഴിച്ചു. അതായത് പാവിനകത്ത് ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ കഞ്ഞിയാക്കിയത് ചോറാക്കിയില്ലേ, ഇനി വൈകുന്നേരം ഞങ്ങൾ ചോറാക്കിയത് കഞ്ഞിയാക്കി കഴിച്ചു കേട്ടോ. അപ്പൊ ഡേ 3 എല്ലാവർക്കും സ്വാഗതം. മോർണിംഗ് അച്ചക്കുട്ടി. ഏത് ചെവിയോ എനിക്കത്തോ. ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം കേട്ടോ. ഇമ്മക്കുട്ടിയുടെ ഇടത് ചെവിയും വേദനിക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇന്ന് പഴുപ്പ് വരുന്നു, പഴുപ്പ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് ബുക്ക് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉപ്മാവൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് പോയി വരണ കാഴ്ചയായിരുന്നു ഇത്. പക്ഷെ ഇന്നത്തെ ദിവസം ഇവക്കുട്ടിക്കും അച്ചൂട്ടിനും PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് പോകാൻ പറ്റിയില്ല, കാരണം ഇവരെ ഒന്നാമത് ഇവക്കുട്ടിക്ക് വയ്യ, രണ്ടാമത് ഇവരെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. നല്ല മഴയുള്ള സമയമായിരുന്നു കേട്ടോ അത്. അതുകൊണ്ട് തന്നെ ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് കുറച്ച് റിസ്ക് ആയിരുന്നു. പക്ഷെ പോയി വന്ന് ഞാൻ അവർക്ക് മരുന്നൊക്കെ കൊടുത്തു. വരുന്ന വഴി തന്നെ ഞാനും ചിക്കനും വാങ്ങിയിട്ട് വന്നു കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ എടുത്തിട്ട് അതിന്റെ എല്ലിന്റെ ഭാഗം എടുത്തിട്ട് ഞാൻ കറി വെച്ചു, ബാക്കിയുള്ള ഭാഗം ഞാൻ അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുത്തു കേട്ടോ. എൻ്റെ അച്ഛന് അമ്മ വെക്കുന്ന കറികളാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഒരു ദിവസം ഞാൻ ഈ കറി വെച്ച് കൊടുത്തപ്പം അച്ഛന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പൊ ഈ കറി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഡീറ്റെയിൽ റെസിപ്പി ഇടാം. ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചിക്കനിലേക്കുള്ള മസാല എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ അത് അരച്ച് വേഗം ഞാൻ കറി വെച്ചു കേട്ടോ. ഞാനും ഉച്ചഭക്ഷണം തട്ടട്ടെ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണ്ട, നന്നായിട്ട്. 5 ഡേയ്സിനുള്ള മെഡിസിൻസ് ഇമ്മക്കുട്ടിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ആന്റിബയോട്ടിക്സ് ഉണ്ട്, ചെവിയിൽ ഒഴിക്കാനുള്ള മരുന്നുണ്ട്. ഫുഡും മെഡിസിനൊക്കെ കഴിച്ചിട്ട് അവര് കളിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും പുറത്ത് നോക്കിയപ്പം നല്ല മഴ പെയ്ത് ഒഴിഞ്ഞു കിടക്കുവാണ്. പിന്നെ ഞാൻ കുറച്ചു നേരം വിദൂരയിലേക്ക് നോക്കി നിന്നു കേട്ടോ. നോക്കി കണ്ണ് കാഴ്ചപ്പോ ഞാൻ അടുത്തുള്ള കിളികൾക്ക് ഭക്ഷണം വെള്ളമൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടി നോക്കി ഉറപ്പ് വരുത്തി. അകത്ത് കയറി നോക്കിയപ്പോ എന്റെ മക്കള് സുഖമായി TV കണ്ട് കിടക്കുന്നു. വലിയ ജോലി ചെയ്ത് ക്ഷീണിച്ച് കിടക്കുന്ന മാതിരിയാണ് അവര് കിടക്കുന്നത്. ബാക്കിയുള്ള ചിക്കൻ കൊണ്ട് രാത്രി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ നിൽക്കുവാണേ. ആഷാഢി ഏകാദശിയുടെ ഭാഗമായിട്ട് നാളെ ഞങ്ങൾക്ക് സ്കൂളില്ല കേട്ടോ. അതുകൊണ്ട് മെല്ലെ എണീറ്റാൽ മതി. അങ്ങനെ ഞങ്ങളുടെ അച്ഛനില്ലാത്ത Day 4 ആണ് കേട്ടോ. അന്നേ ദിവസം വളരെ ഹെൽത്തി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോട്ടെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് പപ്പായ കട്ട് ചെയ്ത് കൊടുത്തു. പപ്പായ കണ്ടു കഴിഞ്ഞാൽ വേഗം തിന്നു തീർക്കുന്ന എന്റെ മക്കള് അന്നത്തെ ദിവസം ഒരു കഷ്ണം തിന്നാൻ തന്നെ പാടുപെട്ടു കേട്ടോ. നല്ല കയ്പുണ്ടായിരുന്നേ പപ്പായ. അത് ഞാൻ നോക്കിയില്ല, പിന്നീടാണ് ഞാൻ കഴിച്ചു നോക്കിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്ന, മെഴുക്ക് പുരട്ടി, പിന്നെ ചപ്പാത്തി. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അടുക്കളയിലെ ഷെഫിന്റെ എണ്ണം കൂടുതലായിരുന്നു. ഞാൻ അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇവര് ഹാളില് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ട് ചപ്പാത്തി പരുവത്തിലാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചിട്ട് ഓരോ ഉണ്ട ചപ്പാത്തിയുടെ മാവ് കൊടുത്തു. ലഞ്ചിന് ശേഷം ഉറങ്ങി എണീച്ച ഇവർക്ക് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോംവർക്ക് ചെയ്യാനിരുന്നു. തട്ടലും മുട്ടലും കൊട്ടലും ഹോംവർക്ക് ചെയ്യുന്ന നേരത്ത് പതിവാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ക്ലിപ്പൊന്നും ഞാൻ അതിനെപ്പറ്റി കാണിക്കുന്നില്ല. ശേഷം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് പാത്രം കഴുകാൻ വേണ്ടി ഞാൻ നിന്നു. രാത്രി പാത്രമൊന്നും കഴുകാൻ പറ്റില്ല തോന്നുന്നു. അവിടെ വിളി തുടങ്ങി, അമ്മ കിടക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വേഗം നമുക്ക് വേദനയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയി കിടക്കാം. നാളെ രാവിലെ വന്നിട്ട് പാത്രം കഴുകാമെന്ന് വിചാരിക്കുന്നു. നാളത്തെ മോർണിംഗ് എന്തായാലും തീരുമാനമായി. എന്റെ എല്ലാ മൂടും കളയാൻ. അങ്ങനെ ലേറ്റ് ഓഫ് ചെയ്ത് ചാത്തരയൊക്കെ ഓടിച്ച് ഞങ്ങൾ വന്ന് കിടന്നു. അപ്പാടെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് ചാത്തരേനെയും അച്ഛനെയും മാത്രമേ പേടിയുള്ളൂ, ഇല്ലെങ്കിൽ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. Day 5 സ്വാഗതം. വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കഷ്ടപ്പാടാണ് എഡിറ്റ് ചെയ്യാൻ. ഞാൻ എല്ലാം കൂടി ക്ലിപ്സ് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു 3-4 മണിക്കൂറിന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം ട്രിം ചെയ്ത് ഇപ്പൊ 14-15 മിനിറ്റിനുള്ളിൽ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ എല്ലാവരും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമുള്ള ദോശമാവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടൊക്കെ ഞങ്ങൾ ചുട്ട് കഴിച്ചു. അവർക്ക് ബ്രഞ്ചിനായിട്ട് ഞാൻ കിച്ചടി പോലെ ഉണ്ടാക്കി കേട്ടോ, ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട്. ഞാൻ കിച്ചടി എല്ലാം ഉണ്ടാക്കുന്ന ടൈമിൽ ഈ കാന്താ ലസൂൺ മസാല ഇടും കേട്ടോ. വെളുത്തുള്ളിയും സവോളയാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ടാവും, നല്ല കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിച്ചടിയോ റൈസോ ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ
ഞാൻ ഇപ്പൊ കാണിച്ച ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിന് 3 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ചും കൂടി വെന്ത് പരുവത്തിലാണ് ഞാൻ സാധാരണ കിച്ചടി ഉണ്ടാക്കാറ് കേട്ടോ. ഫോണ് ഞാൻ ലവ് ബേർഡ്സിന്റെ തീറ്റയുടെ പുറകിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടേ. നോക്കിയപ്പോൾ അതിന്റെ ഷോർട്സ് എങ്ങനെയാ കിട്ടിയത്. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇവര് രണ്ടുപേരെയും ഞാൻ ഇത്രയും സ്പീഡിലല്ലെങ്കിലും നോർമൽ സ്പീഡിൽ റെഡിയാക്കിയിട്ട് അവരുടെ ലഞ്ച് പാക്ക് ചെയ്യാൻ പോയി കേട്ടോ. കുറച്ച് പൊട്ടാറ്റോ ചിപ്സും അതുപോലെ ക്യാരറ്റ് റൈസും ആപ്പിളും ഒക്കെ ആക്കിയിട്ട് അവരെ ലഞ്ച് സെറ്റായി. ഇതാ ഞങ്ങൾ പോകാൻ റെഡി ചെയ്ത് നിൽക്കുക കേട്ടോ. അന്നേ ദിവസം രാവിലെ മുതലേ നല്ല ചാറ്റൽ മഴയായിരുന്നു കേട്ടോ. സ്കൂളിലേക്ക് ഇറങ്ങാൻ നേരം കുറച്ച് മഴയ്ക്ക് ശമനം ഉണ്ടായത് കൊണ്ട് വേഗം റെയിൻകോട്ടൊക്കെ ഇടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാനും സ്വാതിയും കൂടി ചേർന്ന് അവരെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവുക കേട്ടോ. പോകുന്ന വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എന്ത് ചളിക്കോളായിട്ടാ കിടക്കണത് എന്നുള്ളത്. ഒരു സൈഡിൽ കൂടെ ഫുള്ളും വെള്ളം നിറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ റോട്ടിലേക്ക് അങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ സൈഡ് പിടിച്ച് സ്കൂളിലെത്തി. പിന്നെയാണ് എനിക്ക് ഓർമ്മ വീട്ടിലെ ഗോതമ്പ് തീർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ പോയി ഗോതമ്പൊക്കെ വാങ്ങിച്ച് ഡയറക്റ്റ് ആയിട്ട് അവിടെ പൊടിക്കാൻ കൊടുത്തിട്ട് മില്ലില്. ഇവരെ രണ്ടുപേരും സ്കൂളിലാക്കി വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ, കുട്ടിക്ക് നമ്മൾ മരുന്ന് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. രാവിലത്തെ ഇയർ ഡ്രോപ്സ് ഒഴിക്കാൻ മറന്നുപോയിട്ടോ. പിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തു. ടീച്ചർ തന്നെ പിന്നെ ക്ലാസ്സിൽ നിന്ന് അവൾക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇയർ ഡ്രോപ്സും കൊടുത്തു, അതേപോലെ ആന്റിബയോട്ടിക്സ് അവൾക്ക് കൊടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് രസം, ബിരിയാണിയൊക്കെ. പക്ഷെ അത് രണ്ടും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അതാണ് കഷ്ടം. മിക്കതും സ്വാതി വീട്ടിലോട്ട് വരുമ്പോ ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കൊടുന്നു കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഡോണറ്റ് ആണ് കൊടുന്നു കൊടുത്തത്. അത് ഇവര് പറഞ്ഞു മേടിപ്പിച്ചതാണ്. 2-3 ദിവസം മുമ്പ് കാർട്ടൂണിൽ കണ്ടതാട്ടോ ഈ ഡോണറ്റ്. അന്ന് മുതൽ തുടങ്ങിയതാണ് ഡോണറ്റ് വേണം പറഞ്ഞിട്ട്. പിന്നെ ദാ ആള് വാങ്ങിച്ചു കൊടുന്ന് കൊടുത്തിട്ടുണ്ട്. ഉച്ചത്തെ ഊണും കഴിഞ്ഞ് മയക്കം കഴിഞ്ഞ ശേഷം പൊടിപ്പിക്കാൻ കൊടുത്ത ഗോതമ്പ് വാങ്ങിച്ചിട്ട് ഞാൻ വന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ രാത്രിയിലെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കിടന്നു കേട്ടോ. ഇനി ഈ കാണുന്ന വീഡിയോ 6ാമത്തെ ദിവസത്തെയാണ് കേട്ടോ. ഇന്നലെ പൊടിപ്പിച്ച ഗോതമ്പ് വാങ്ങിയിട്ട് വന്നില്ലേ, ആ സമയത്ത് ഞാൻ ഈ മട്കിയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ മുളപ്പിച്ച പയറ്. ഇവിടെ ഞാനിതൊക്കെ ചെയ്യുമ്പോഴും പ്രഭാത കൃത്യ കർമ്മങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മതി ഇവിടെ ഞാൻ എൻ്റെ ഇഡ്ഡലി ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. കൂടെ നല്ല കട്ട ചട്നി, തേങ്ങയും ഉണക്കമുളകും പൊട്ടുകടലയൊക്കെ ഇട്ടിട്ട് അരച്ച് നല്ല വെളിച്ചെണ്ണയിൽ കടുകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ താളിച്ച ചട്നി. ഈ മുളപ്പിച്ച പയറൊക്കെ ചില സമയങ്ങളിൽ ഇവർ കഴിക്കാറില്ല കേട്ടോ. നമ്മൾ നിർബന്ധിക്കണം, എന്നാലാണ് അവർ കഴിക്കുള്ളൂ. ഈ മുളപ്പിച്ച പയർ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തുനിന്ന് കുറച്ച് പയറെടുത്തിട്ട് ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തു. അതിനകത്ത് ഈ കാന്ത ലസുൺ മസാല, അതുപോലെ ചാറ്റ് മസാല, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഗോതമ്പ് മാവ് നല്ലോണം കുഴച്ചിട്ട് ചപ്പാത്തിയായിട്ട് ചുട്ടെടുത്തു കേട്ടോ. എന്തായാലും അവർക്ക് ചപ്പാത്തി ഇഷ്ടമാണ്, അപ്പോൾ അത് കഴിക്കും. അതിൻ്റെ കൂടെ ഇത് അകത്തെത്തുവാണെങ്കിൽ, മുളപ്പിച്ച പയർ അകത്തെത്തുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ വിചാരിച്ചിട്ടോ അങ്ങനെ ചെയ്തത്. ബാക്കിയുള്ള മടക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് ഗ്രേവി പോലെ ഉണ്ടാക്കി കേട്ടോ. അതിൽ തക്കാളി, ഉള്ളി, നമ്മൾ കടുകൊക്കെ വറുത്തിട്ട് കുറച്ച് ഗ്രേവി പോലെ ഉണ്ടാക്കി അതും ടിഫിനിലാക്കി. അവർക്ക് സ്നാക്സ് ആയി കൊടുത്തു വിട്ടത് കവ കേക്കും റോസ്റ്റഡ് പീനട്സും ആയിരുന്നു കേട്ടോ. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന മാവ് കൊണ്ടാട്ടോ ഈ കവ കേക്ക് ഉണ്ടാക്കുന്നത്. സ്കൂളിൽ കൊണ്ടാക്കി വന്നിട്ട് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരെ തിരിച്ച് വിളിച്ചിട്ട് വന്നു. പിന്നെ ഞാൻ അവരുടെ ടിഫിൻ എനിക്ക് കുറച്ച് നോക്കാൻ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, കാരണം അവർ കഴിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. എന്തായാലും രണ്ടുപേരും അത്യാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇത് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കുറച്ച് ഉറക്കമൊക്കെ വരുന്നുണ്ട്, എന്നാലും ഞങ്ങൾ ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതേ ബുക്ക് കൊണ്ടുവയ്ക്കാനുള്ള തിരക്കിലാണ്. പിന്നെ ഒരു 10-10:30 ആകുമ്പോഴേക്കും ഞങ്ങളുടെ അച്ഛൻ വന്നേ. അവരുടെ ആ ഒരു എന്താ പറയുക, അവരവർ ആ മൊമെൻറ്റ് നല്ല രസമായിരുന്നു കേട്ടോ. അവരുടെ അച്ഛനെ കണ്ടപ്പോൾ ഉള്ളത്, അതെന്താ കയ്യിൽ സാധനം എന്നുള്ളത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് എല്ലാം വലിച്ചു പറിച്ച് നോക്കുമായിരുന്നു കേട്ടോ. കാറുണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയാ ബസ്സോ ട്രക്കോ. അച്ഛനും അമ്മയും ഹാപ്പി ആയിരുന്നു കേട്ടോ. കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ പെറുക്കി കെട്ടി അത് ഒരു ഭാഗത്ത് പോയിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവർ. എന്തായാലും തിരുപ്പതി മുട്ടകൾ എല്ലാവരും സേഫ് ആയിട്ട് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. തിരുപ്പതിയിൽ നിന്ന് വന്നത് കൊണ്ട് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം തിരുപ്പതി ലഡ്ഡു. പിന്നെ കുറച്ച് ചിക്കി ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് അമ്പലങ്ങളിലെ പ്രസാദം ഉണ്ടായിരുന്നു. കോലപ്പൂർ മഹാലക്ഷ്മി ടെമ്പിളിലൊക്കെ പോയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഒത്തിരി അമ്പലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കൊണ്ടുവന്ന തിരുപ്പതിയിലെയും ലക്ഷ്മി ടെമ്പിളിലെയും പ്രസാദം നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു കേട്ടോ, ഒരു വീതം. പിന്നെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് വീടുകളുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തു. നമുക്ക് കഴിക്കാനായിട്ട് ഒരു ലഡുവിൻ്റെ ഭാഗം മാത്രമേ ഇവിടെ എടുത്തു വെച്ചുള്ളൂ കേട്ടോ. ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ അച്ചു ഇമ്മക്കുട്ടിയും ചോദിക്കും, അമ്മ ലഡു തന്നില്ലല്ലോ, പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഒരു ചകിരിശായിരുന്നു ഒരു പൊട്ടെടുത്ത് ഞാൻ അവരെ വായിലിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തായാലും അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ.